ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനി 1786 മുതൽ 1859 വരെ കാലഘട്ടം. ഫ്രാൻസിൽ ലിയോൺസിന് സമീപമുള്ള ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയായുടെയും മകനായി ജോൺ ജനിച്ചു. മാതാപിതാക്കന്മാർ ഭക്തരായ കർഷകരായിരുന്നു. മതാഭ്യാസനം മർദ്ദനവിധേയമായിരുന്ന കാലത്താണ് ജോൺ വിയാനിയുടെ ബാല്യവും യൗവനവും. രാത്രിയാണ് വൈദികർ ഉപദേശവും മറ്റും നൽകിയിരുന്നത്. ജോണിന് 20 വയസ്സുള്ളപ്പോൾ ആബേ ബെയ്ലിയുടെ സ്കൂളിൽ അവൻ പഠനം ആരംഭിച്ചു. ലത്തീൻ ഭാഷ ജോണിന് തീർത്തും ദുഷ്കരമായിരുന്നു. നെപ്പോളിയൻ്റെ നിർബന്ധിത സൈനിക സേവനത്തെ മറികടന്ന് നോർവേയിൽ 1 വർഷം കുട്ടികളെ പഠിപ്പിച്ചു. 1810 ജോൺ തൻ്റെ കുടുംബാവകാശം സ്വസഹോദരൻ ഫ്രാൻസിസിന് വിട്ടുകൊടുത്തു. ജോണിന് പകരം ഫ്രാൻസിസ് സൈനിക സേവനം നിർവഹിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ആബേ ബെയ്ലിയുടെ സ്കൂളിൽ കുറേ നാൾ കൂടെ പഠിച്ചതിന് ശേഷം 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റെക്ടർ ലിയോൺസിൻ്റെ വികാരി ജനറൽ മോൺസിഞ്ഞോർ കുർബനെ അറിയിച്ചു. വികാരി ജനറൽ റെക്ടറോട് ചോദിച്ചു, വിയാനി ഭക്തിപൂർവ്വം കൊന്ത ചൊല്ലുമോ? ദൈവഭക്തിയിൽ 1-ാം സ്ഥാനം വിയാനിക്കാണെന്ന് റെക്ടർ പറഞ്ഞു. എങ്കിൽ വിയാനിക്ക് പട്ടം കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് വികാരി ജനറൽ സമ്മതം നൽകി. 1815 ഓഗസ്റ്റ് 13 ജോണിന് പട്ടം കൊടുത്തു. 2 കൊല്ലം ബെയ്ലിയുടെ കീഴിൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്തു. അനന്തരം ആഴ്സിലെ വികാരിയായി. കുമ്പസാരവും കുർബാനയുമില്ലാതെ ഡാൻസും മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആഴ്സ് ഒരു അനുതാപ കേന്ദ്രമായി. തണുപ്പ് കാലത്ത് 12 മണിക്കൂറും മറ്റു കാലങ്ങളിൽ 18 മണിക്കൂറും ഫാദർ ജോൺ വിയാനി കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു പോന്നു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ചവെള്ളവുമായിരുന്നു. ആഴ്സിലെ ജനങ്ങളുടെ മാനസാന്തരങ്ങൾ കണ്ട് പ്രകോപിതരായ പിശാചുക്കൾ ഫാദർ ജോണിൻ്റെ കട്ടിലിന് തീ വയ്ക്കുകയുണ്ടായി. ഫാദർ ജോൺ സന്മാർഗശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഒരു കപടഭക്തനാണെന്ന് ലിയോൺസിലെ മെത്രാൻ്റെ മുൻപാകെ അസൂയാലുക്കളായ വൈദികരുടെ ആരോപണവുമുണ്ടായി. വികാരി ജനറൽ നടത്തിയ പരിശോധനയിൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ജോൺ വിയാനിക്ക് പഠന സാമർഥ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും എത്രയും സുന്ദരമായിരുന്നുവെന്ന് ആബേ മോണിൽ എഴുതിയിരിക്കുന്ന ജീവചരിത്രം വിശദമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഫലിത സമ്മിശ്രവും ഹൃദയസ്പർശകവുമാണ്. 20 വർഷത്തിനിടയ്ക്ക് 20 ലക്ഷം പാപികൾ ഫാദർ ജോണിനെ സമീപിച്ച് ഉപദേശം വാങ്ങിയിട്ടുണ്ട്. വൈദികരും മെത്രാന്മാരും അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കൂടിനെ സമീപിച്ചിരുന്നു. ഫ്രഞ്ച് ഗവൺമെൻറ് അദ്ദേഹത്തിന് നൈറ്റ് ഓഫ് ദ ലീജിയൺ ഓഫ് ഹോണർ എന്ന മാടമ്പി സ്ഥാനം നൽകിയിട്ടുണ്ട്. പ്രായച്ചിത്തം കൊണ്ട് ശരീരം തീരെ മെലിഞ്ഞിരുന്നുവെങ്കിലും നേത്രങ്ങൾ അവസാനം വരെ ദൈവസ്നേഹത്തെ പ്രതിബിംബിച്ചിരുന്നു. കാര്യമായ രോഗമൊന്നും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഒരാഴ്ചത്തെ ആലസ്യത്തിന് ശേഷം 73-ാമത്തെ വയസ്സിൽ 1859 ഓഗസ്റ്റ് 4 അദ്ദേഹം ദിവംഗതനായി. 1925 അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനും കൂടിയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. വചനം ഗലാത്യ 6-ാം അധ്യായം 9-ാം വാക്യം. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. വിചിന്തനം. ഒരിക്കൽ ഫാദർ ജോൺ വിയാനി ജനങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇന്ന് 2 എഴുത്ത് ലഭിച്ചു. ഒന്ന് എന്നെ വാനോളം പുകഴ്ത്തിയിരിക്കുന്നു, മറ്റേത് എന്നെ അങ്ങേയറ്റം അപലപിച്ചിരിക്കുന്നു. ആദ്യത്തേത് എൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചില്ല, രണ്ടാമത്തേത് എനിക്ക് യഥാർത്ഥത്തിലുള്ള ശ്രേഷ്ഠതയ്ക്ക് കുറവും വരുത്തിയില്ല. ഈ പ്രശാന്ത മനോഭാവമാണ് ആധ്യാത്മിക പുരോഗതിക്ക് അഭിലഷണീയമായിട്ടുള്ളത്. ആ പാത പിന്തുടരുവാനുള്ള ഭാഗ്യം നമുക്കും ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.